ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് കൂടി ടെലിഫോണിൽ ചെയ്യുന്നുണ്ട്. നമസ്കാരം ശ്രീ മേരി ജോർജ്. ഈ സ്വർണ്ണവില നമ്മൾ എന്നും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഒരു ആശ്വാസം 1,00,000-ലേക്കൊക്കെ എത്തുമോ എന്നൊക്കെ ആശപ്പെട്ടിരുന്ന ഒരു കാലത്ത് ഇപ്പോൾ ഒരു 92-ൽ താഴെ നിൽക്കുന്നു എന്നുള്ളത് എത്ര കണ്ട് നമുക്ക് ആശ്വസിക്കാം? തീർച്ചയായിട്ടും അത് ഇന്നലെ ഇന്നലത്തെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വർദ്ധിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷെ ഇപ്പൊ വീണ്ടും കുറഞ്ഞിരിക്കുന്നു. ഇത് ഇനി എനിക്ക് തോന്നുന്നു ആഗോള സാഹചര്യം സമാധാനത്തിലേക്ക് കുറച്ചെങ്കിലും അടുത്തു വരികയാണ്. എന്ന് വെച്ചാല് ട്രംപ് തീരുവകളെല്ലാം എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ളത് കുറച്ച് സമരസപ്പെട്ട് കുറച്ച് കൊണ്ടുവരുന്നു. ഇന്ത്യയുടേതാണെങ്കിൽ മിക്കവാറും ഒരു 20% താഴേക്ക് കൊണ്ടുവന്നേക്കാം. ഇപ്പൊ 50% നിൽക്കുകയാണ്. ട്രംപ് വന്നതിന് ശേഷമാണ് 0 ആയിരുന്നത് 50%-ലേക്ക് കൊണ്ടുപോയത്. അപ്പൊ അത് കുറച്ച് 20%-ലേക്കോ അതിൽ താഴേക്കോ കൊണ്ടുവന്നേക്കാം. അതുപോലെ ട്രംപ് ചൈനയുമായിട്ടും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഈ തീരുവ കുറച്ചേക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും തീരുവ യുദ്ധം അവസാനിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഈ നവംബർ അവസാനിക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യ വാരത്ത് തന്നെ തീരുവ യുദ്ധം അവസാനിക്കും. തീരുവ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞ് പശ്ചിമേഷ്യയിലും ഇപ്പൊ ഏകദേശം സമാധാന അന്തരീക്ഷമാണ്. ഇപ്പൊ ഗാസയിൽ ബോംബ് വർഷിക്കുന്നൊന്നുമില്ല ഇസ്രായേൽ. അങ്ങനെ പശ്ചിമേഷ്യയും ഒരുമാതിരി സമാധാന അന്തരീക്ഷത്തിലേക്ക് വരുന്നു. പിന്നെ നമുക്ക് ബംഗ്ലാദേശാണ്. അതൊന്നും ലോക സമാധാനത്തെ അത്രയധികം ബാധിക്കുന്ന ഒന്നല്ല, ചെറിയ ചെറിയ തട്ടകങ്ങളായതുകൊണ്ട്. അപ്പൊ ഈ സാഹചര്യത്തില് സ്വർണത്തിന്റെ വില സാവകാശം പെട്ടെന്ന് താഴേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. എന്തായാലും താഴേക്ക് വന്ന് ഒരു 60,000-ലൊക്കെ സെറ്റിൽ ചെയ്യും. അതിന് ചിലപ്പോ പിന്നെ 1, 2, 3 മാസം എടുത്തെന്നിരിക്കും. അതിനിടയ്ക്ക് വീണ്ടും ചെറിയ പൊങ്ങലും ചീറ്റലും ഒക്കെ കാണും കേട്ടോ. അപ്പൊ ഇനിയിപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഓഹരി വിപണി ഇപ്പൊ ഈ ദിവസങ്ങളില് ഒക്കെ വളരെ വലിയ തരത്തിലുള്ള ചാട്ടം ഉണ്ടായില്ലെങ്കിലും ഇന്നും ഇന്നലെയും ഒക്കെ സെൻസെക്സും നിഫ്റ്റിയും പോസിറ്റീവായിരുന്നു. വലിയ ഉയർച്ച ഉണ്ടായിട്ടില്ല, പക്ഷെ പോസിറ്റീവാണ്. എന്ന് വെച്ചാല് ഈ നിക്ഷേപം സ്വർണത്തിലേക്ക് വരുന്നതിന് പകരം ഓഹരി വിപണിയിലേക്ക് പോയി തുടങ്ങി. അതുപോലെ അമേരിക്കൻ ഡോളർ സ്ട്രോങ് ആയി കഴിഞ്ഞാല് നിക്ഷേപം അമേരിക്കൻ ഡോളറിലേക്കും പോകും. അങ്ങനെ അമേരിക്കൻ ഡോളറിലേക്കും ഓഹരികളിലേക്കും നിക്ഷേപം പോകാൻ തുടങ്ങുമ്പോഴാണ് സ്വർണത്തിന്റെ വില താഴേക്ക് വരിക. അങ്ങനെ ഇനിയിപ്പോ സ്വർണത്തിൽ നിക്ഷേപിച്ചില്ലെങ്കിൽ നമ്മുടെ നിക്ഷേപത്തിന് അപകടമൊന്നും പറ്റില്ല, നമുക്ക് റിട്ടേൺസ് കൂടുതലായിട്ടുണ്ടാകും എന്ന പ്രതീക്ഷ വരുമ്പോഴാണ്. കാരണം ഈ സ്വർണത്തിൽ വരുന്ന വിലക്കയറ്റം പോലെയല്ല ഓഹരി വിപണിയിലൊക്കെ പെട്ടെന്ന് കാളക്കൂറ്റന്റെ, അതായത് കരടിയുടെ അവസ്ഥയിൽ നിന്ന് കാളയുടെ രൂപയിലേക്ക് പോകുകയൊക്കെ ചെയ്ത വൻപിച്ച ലാഭമാണ് ഒറ്റയടിക്ക് ഉണ്ടാകുന്നത് ഓഹരി വിപണിയിൽ. അതുപോലെ ഒരിക്കലും സ്വർണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകില്ല. അപ്പൊ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടെങ്കിൽ സ്വർണത്തിലേക്ക് പോകുന്നതിന് പകരം നിക്ഷേപം എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ നിക്ഷേപമല്ല, വൻകിട വ്യാപാരികളുടെയും വൻകിട ധനകാര്യ സ്ഥാപനങ്ങളുടെയും ആഗോളതലത്തിലെ വമ്പന്മാരുടെ അവരുടെ കോടാനുകോടിയുള്ള നിക്ഷേപമാണ് ഓഹരി വിപണിയിലേക്കും ഡോളറിലേക്കും ഒക്കെ പോവുക. അങ്ങനെ പോകുമ്പോഴത്തേക്കും സ്വർണത്തിന്റെ വില തീർച്ചയായിട്ടും താഴേക്ക് വരും. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ സ്വർണ്ണവില അല്പമെങ്കിലും താഴ്ന്നു വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും പക്ഷേ ഈ സ്വർണം വാങ്ങുമ്പോൾ ഇപ്പോൾ 1 പവൻ സ്വർണം വാങ്ങേണ്ട ഒരാൾക്ക് ഈ 92,000 രൂപയല്ല കൊടുക്കേണ്ടത്, 1,00,000-നോട് അടുത്ത് തന്നെ കൊടുക്കണം എന്നുള്ളതുണ്ട്. അപ്പോൾ ഇനിയും വില നല്ലോണം കുറഞ്ഞാൽ മാത്രമല്ലേ വാങ്ങുന്ന ഒരാൾക്ക് കൂടി ആശ്വാസം ഉണ്ടാകൂ? അങ്ങനെ ഉണ്ടാകൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നിത്യോപയോഗ സാധനങ്ങൾക്ക് 5% GST ഉണ്ട്. എന്നിട്ട് പോലും സ്വർണ വജ്ര ആഭരണങ്ങൾക്ക് 3% GST ഉള്ളൂ. ഒരു രാജ്യത്തെ സംബന്ധിച്ച്, പാവപ്പെട്ടവരുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് സ്വർണത്തിന് ഇത്ര ചെറിയ കുറഞ്ഞ GST ഈടാക്കിയിട്ട് നിത്യോപയോഗ സാധനങ്ങൾക്ക് 5% GST എന്ന് പറയുന്നത് വലിയ ക്രിമിനൽ ആയിട്ടുള്ള ഒരു ആക്ടാണ്. പക്ഷേ എന്തുകൊണ്ടാണ് എന്നിട്ടും ഇവിടെ അത് അനുവദിച്ചു കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഈ സ്വർണ വജ്ര ഡയമണ്ട് കട്ടിംഗ് പോലെയുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. അപ്പൊ അവരുടെ ജീവിതായോധനം അത് നടക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഈ സ്വർണത്തിന്റെ
പിന്നെ GST 3% നിജപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ഇവിടുത്തെ സ്വർണ്ണ വ്യാപാരി വ്യവസായികളുടെ തലപ്പത്തിരിക്കുന്നയാള് GST ഇനിയും കുറയ്ക്കണമെന്ന് പറയുന്നത് പത്രത്തിലൊരു വാർത്ത കണ്ടു. അപ്പോ ഞാൻ ഓർത്തു, ഇയാൾ എന്ത് കണ്ടിട്ടാണ് ഇത് പറയുന്നത്? ഇയാൾക്ക് GST ഏറ്റവും കുറഞ്ഞ ഉൽപ്പന്നമാണ് സ്വർണം എന്നത് അറിഞ്ഞുകൂടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു. അപ്പോൾ നമുക്ക് സ്വർണം വാങ്ങാൻ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, അധികം പേര് സ്വർണം വാങ്ങണ്ട. അധികപ്പറ്റുള്ളവർ മാത്രം സ്വർണത്തിൽ കൂടുതൽ നിക്ഷേപിക്കട്ടെ, അല്ലാത്തവർ വളരെ കുറച്ച് മാത്രം സ്വർണത്തിൽ നിക്ഷേപിച്ചാൽ മതി. അത് ഞാൻ പറഞ്ഞില്ലേ, പാതാതികേശം സ്വർണത്തിൽ മൂടി വേണം മക്കളെ നടത്താൻ എന്ന് ആഗ്രഹിക്കുന്ന പേരൻസിന് ഈ വിലക്കയറ്റം ഒരു വടിയായിട്ട് കലാശിക്കട്ടെ. അവരും പഠിക്കട്ടെ. അതായത് നമ്മുടെക്ക് സമ്പത്തുണ്ടെങ്കിൽ അത് പല തരത്തിൽ നമുക്ക് സൂക്ഷിക്കാം. അത് സ്വർണത്തിൽ തന്നെ വേണമെന്നില്ല. അതുപോലെ മകളെ കെട്ടിക്കുമ്പോൾ ഒരുപാട് സ്വർണം ചോദിക്കുന്ന പുരുഷൻ ഒരു കാരണവശാലും മകളെ കൊടുക്കരുത്. കാരണം അവന് വേണ്ടത് പെണ്ണല്ല, പൊന്നാണ്. അവന് പൊന്ന് കിട്ടുന്നിടത്തിൽ പോയി വാങ്ങിച്ചോട്ടെ എന്ന് വെക്കണം. നമ്മുടെ മകളെ കൊടുക്കരുത്. അത് നമ്മുടെ ശ്രോതാക്കൾ, നമ്മുടെ വ്യൂവേഴ്സ് അത് മനസ്സിലാക്കണം. പെണ്ണന്വേഷിച്ച് വരുന്നവർ പെണ്ണിനെ ആയിരിക്കണം അന്വേഷിക്കുന്നത്. പെണ്ണായിരിക്കണം ധനം, പൊന്നായിരിക്കരുത് ധനം. അങ്ങനെ പെണ്ണിന് പ്രാധാന്യമുള്ളവന്റെ കൂടെ മാത്രമാണ് മകളെ കെട്ടിച്ചയക്കേണ്ടത് ഏത് മാതാപിതാക്കളും. ശരി, വളരെ നന്ദി ശ്രീ മേരി ജോർജ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.